ആലപ്പുഴയിൽ പ്രസവം നിർത്തൽ ശസ്ത്രക്രിയക്കിടെ യുവതി മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇതുവരെയും തുടങ്ങിയിട്ടില്ല. വിദഗ്ധ ഡോക്ടേഴ്സ് എത്തി പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു. ഇക്കാര്യം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുമുണ്ട്. ഇന്നലെ വൈകിട്ടാണ് പഴയവീട് സ്വദേശി ആശാ ശരത് മരിച്ചത്. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. മനീഷ്, ആശാ ശരത്തിന്റെ മരണം ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ആണോ എന്ന സംശയമാണല്ലോ ബന്ധുക്കൾക്കുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾ എന്തുകൊണ്ടാണ് വൈകുന്നത്? ബന്ധുക്കൾ ജില്ലാ കളക്ടർക്ക് നൽകിയിരിക്കുന്ന പരാതിയുടെ ഉള്ളടക്കം എന്താണ്? വെള്ളിയാഴ്ച 11 മണിയോടുകൂടിയാണ് ആലപ്പുഴ കടപ്പുറത്തെ വനിതാ ശിശു ആശുപത്രിയിൽ ലെപ്രോസ്കോപ്പി അതായത് പ്രസവ നിർത്തൽ ശസ്ത്രക്രിയ നടത്തുകയും അതിനിടയിൽ അസ്വസ്ഥത തോന്നുകയും പിന്നീട് ഗുരുതരാവസ്ഥയിലാകുകയും ചെയ്ത 31-കാരിയായിട്ടുള്ള ആശാ ശരത്തിനെ പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുന്നത്. ഇതിൽ വലിയ ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ ഓപ്പറേഷനിടെ ശസ്ത്രക്രിയയുടെ അസ്വസ്ഥത തോന്നിയെങ്കിലും പിന്നീട് 3/4 മണിക്കൂറോളം അവിടെയുള്ള ഡോക്ടർമാർ അവിടെ തന്നെ വെച്ചുകൊണ്ടിരുന്നു. പിന്നീട് ബന്ധുക്കൾ പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് 3/4 മണിക്കൂറിന് ശേഷം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നത്. അപ്പോഴേക്കും 1.5 മണിക്കൂറോളം സമയം ആയിരുന്നു വണ്ടാനം മെഡിക്കൽ കോളേജ് എത്തിച്ചപ്പോൾ. വണ്ടാനം മെഡിക്കൽ കോളേജ് എത്തിച്ചപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലാണെന്നാണ് അവിടുത്തെ ഡോക്ടർമാർ അടക്കമുള്ള ആളുകൾ പറഞ്ഞത്. പിന്നീട് അവിടെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയും ഇന്നലെ വൈകിട്ട് 6:30 തന്നെ ആശാ ശരത്ത് മരിക്കുകയും ചെയ്തു. നിലവിൽ ഈ സംഭവത്തിൽ വലിയ ഗുരുതരമായ വീഴ്ച വനിതാ ശിശു ആശുപത്രിയിൽ ഉണ്ടായി എന്ന് കുടുംബം പറയുന്നതിന് പ്രധാനപ്പെട്ട കാര്യം ഈ താമസിച്ചതും ഒപ്പം തന്നെ എന്താണെങ്കിലും അവരുടെ കുടുംബത്തിൻ്റെ കൂടി പ്രതികരണം നമുക്ക് എടുക്കാം. അവർ കളക്ടറെ കാണാൻ, അതായത് പരാതി കൈമാറാൻ കൂടി കളക്ടറുടെ വീട്ടിലെത്തിയതായിരുന്നു. ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ തുടങ്ങണമെങ്കിൽ വിദഗ്ധ ഡോക്ടർമാരടക്കം എത്തണമെന്ന ആവശ്യം കൂടിയാണ് ഇവർ പറയുന്നത്. ചേട്ടാ, എന്താ നിങ്ങളുടെ ആവശ്യം? എന്താ? ഞങ്ങൾക്ക് നേരത്തെ എൻ്റെ മകളാണ് മരിച്ചത്. എൻ്റെ മരുമകളാണ് മരിച്ചത്. അത് മെഡിക്കൽ കോളേജുണ്ടായ അവരുടെ അനാസ്ഥ മൂലമാണ് മരിച്ചത്. അവരുടെ നിന്ന് നമുക്ക് നല്ല രീതിയിലുള്ള ഇതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ കളക്ടറെ ഞങ്ങൾ സമീപിക്കുകയായിരുന്നു. ഞങ്ങൾ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ചെയ്തു തരാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്നും അതനുസരിച്ച് നമ്മൾ ലെറ്റർ കൊടുക്കുകയും ചെയ്യുകയുണ്ടായി. ഇപ്പോൾ അദ്ദേഹം നമുക്ക് ഒന്നിൽ കൂടുതൽ പോലീസ് സർജന്മാരെ നിർത്തിക്കൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തുവാനും വീഡിയോഗ്രാഫി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനും അദ്ദേഹം നമുക്ക് ഓർഡർ തന്നിട്ടുണ്ട്. അതിൻ പ്രകാരം പോകാൻ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും 100% ചികിത്സാ പിഴവ് തന്നെ. അത് ഞങ്ങൾക്ക് അറിയാം. ഒരു അസുഖം, അതായത് 3 ദിവസമായിട്ട് ഈ WNC ഹോസ്പിറ്റലിലോട്ട് നടന്ന് സകല ടെസ്റ്റുകളും ചെയ്തതാണ്. എല്ലാ ടെസ്റ്റും ചെയ്തതാണ്. ടെസ്റ്റ് ചെയ്തിട്ടാണ് ഡോക്ടർ ഡേറ്റ് ഫിക്സ് ചെയ്തത്. അങ്ങനെയാണ് പോകുന്നത്. അന്ന് 4 പേരെയാണ് ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഉള്ളി ആശ മാത്രമേ ഉണ്ടായിരുന്നു. ബാക്കി 3 പേരും പ്രസന്റ് അല്ലായിരുന്നു. അവർ വന്നില്ല. ഒരു 20 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ അനിയൻ്റെ ഭാര്യയാണ് പോയത്. അവരിങ്ങനെ പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ഡോക്ടർമാർ പോവും, ഇവരെ കാണുമ്പോൾ നടന്നു പോവും, അല്ലാതെ ഓടും. അപ്പോൾ അങ്ങനെ ഇവരെ ഇടിച്ചു കയറി ഓപ്പറേഷൻ തിയേറ്ററിൽ ചെല്ലുവാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ബഹളം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാമെന്ന് പുറത്തോട്ടാക്കുവാൻ നിലവിലെ ആവശ്യം, ഞങ്ങൾ 3 ആവശ്യമാണ് ഇതിനകത്ത് ഞങ്ങൾ അംഗീകരിക്കുന്നത്. ഒന്ന്, നമുക്ക് ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ഈ അനാസ്ഥ, ഇതുവരെ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് പോലും ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു നമുക്കൊരു കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഇഷ്യൂ ആയതിനു ശേഷം ഇവർ നമ്മുടെ ഒരു ബേസിക് ഡിമാൻഡ് പോലും അംഗീകരിക്കുന്നില്ല. ഞങ്ങളുടെ ആബ്സെൻസിൽ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ആബ്സെൻസിൽ ഇപ്പോൾ അവരെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് അവരിപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യം, ഞങ്ങൾ പോസ്റ്റ്മോർട്ടം സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം നമ്മുടെ അയൽവാക്ക് നമ്മുടെ കസിൻസ് ഇതിനകത്ത് അപ്രൂവൽ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഇൻക്വസ്റ്റ് അവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഓൾറെഡി കളക്ടറുമായിട്ട് നമ്മൾ ചർച്ചയിലാണ്, മീറ്റിംഗാണ്, കോൺഫറൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെവിടെ നിന്നാണ് ഇത് ചെയ്യുന്നത്? ആരാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്? ഇതെല്ലാം ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു പീപ്പിളിൻ്റെ നമ്മുടെ ഈ ഡോക്ടർ സഹിതമുള്ള ആൾക്കാരുടെ ഒരു വലിയൊരു വലയം ഇതിൻ്റെ പുറയിലുണ്ട്. ഈ വലയത്തെ എല്ലാ ആൾക്കാരുടെ മുന്നിലും തുറന്നു കാണിക്കും. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ ഇതുപോലൊരു മുന്നോട്ടൊരു സംഭവം ഉണ്ടാകാനായിട്ട് ഞങ്ങൾ സംഭവിക്കത്തുമില്ല. അതിന് വേണ്ടിയിട്ട് കളക്ടർ സാർ ഞങ്ങൾക്കിപ്പം രണ്ടാമത് നമുക്ക് ഇത് ചെയ്തു തന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടാമത് പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഇത് ചെയ്യാനും പറ്റും. പിന്നെ ഞങ്ങൾ റീ ഇൻക്വസ്റ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മളിപ്പം ഫർദർ പ്രോസസ്സിലേക്ക് നീങ്ങാനായിട്ടുള്ള എല്ലാവിധ തീരുമാനങ്ങളും ഞങ്ങൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വണ്ടാനം മെഡിക്കൽ കോളേജിലുള്ള ഒരാളും ഇതിനകത്ത് നമുക്ക് വേണ്ട. നമുക്ക് നമ്മുടെ ആവശ്യമെന്ന് പറഞ്ഞാൽ, ഒന്ന്
മാവേലിക്കര ഒന്ന് നെക്സ്റ്റ് എന്ന് പറയുന്നത് മാവേലിക്കര, പിന്നെ ചെങ്ങന്നൂർ, ഈ 2 പോലീസ് സർജനുണ്ട്. അപ്പോൾ അവരൊന്നെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് അവർ ഹാജരാകാനായിട്ട് താല്പര്യം ഒന്ന് ചെയ്തു തരിക. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഒരു 3 സർജൻ, അതായത് 2 മെയിനായിട്ടുള്ള പോലീസ് സർജന് ഈ കേസിനെ അസിസ്റ്റ്, മെയിനായിട്ട് അവരുടെ നേതൃത്വത്തിൽ ഈ കേസ് നടക്കണം. ബാക്കിയുള്ള ഇവരുടെ ആൾക്കാരെല്ലാം ഇതിൻ്റെ പുറയിൽ, അതായത് ഇവരാരും ഫ്രണ്ടിൽ നിന്നിട്ട് നമുക്ക് ഒരു ഇതും വേണ്ട. അംഗീകരിച്ചിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡിമാൻഡിനകത്ത് സാറ് പറഞ്ഞത് ശരി. മനീഷ് മഹിപാലാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അവിടെ ഒരു ബന്ധുക്കൾ സംസാരിക്കുകയായിരുന്നു. ആലപ്പുഴയിലാണ് പ്രസവം നിർത്തൽ ശസ്ത്രക്രിയക്കിടെ യുവതി മരിച്ച സംഭവം ഉണ്ടായത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇതുവരെയും തുടങ്ങിയിട്ടില്ല. ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് യുവതിയുടെ മരണത്തിനിടയാക്കിയതെന്ന ആരോപണവുമായി ബന്ധുക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. അവരിൽ ചിലരുടെ പ്രതികരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ആശാ ശരത്ത് പഴയ വീട് സ്വദേശിയാണ് ഇന്നലെ മരിച്ചത്. മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.